ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾ തമ്പുരാന്റെ മനോഹരത്താൽ മോക്ഷത്തിൽ ചേരുവാനിടയായിരിക്കട്ടെ. പിതാവേ, കർത്താവിന്റെ തിരിച്ചുവരെയെക്കുറിച്ച് മറ്റു വിശ്വാസികളുടെ മേൽ കൃപയായിരിക്കണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മറ്റു വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷം ചേരുവാനിടയാകട്ടെ. നിത്യപിതാവേ, കർത്താവിനെക്കുറിച്ച് മറ്റു വിശ്വാസികളുടെ മേൽ കരുണയായിരിക്കണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിനെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം എന്നെ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അനുഗ്രഹം ചെയ്യണമേ. പിതാവേ, കർത്താവിന്റെ വലുതരാത്ത തിരിച്ചവരെക്കുറിച്ച് സ്നേഹമാർന്ന കരങ്ങളിലേക്ക് ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് ഭരണമൂലം വേർപെട്ടുപോയ പ്രിയപ്പെട്ട ചാത്തന്റെ ആത്മാവിനെ ഈശോയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വളരെ പ്രത്യേകമായി മകത്തിനും ഈ കുടുംബത്തിന് വേണ്ടി, പ്രത്യേകിച്ച് അമ്മച്ചിക്ക് വേണ്ടി ഞങ്ങളുടെ ആലയത്തില് വർഷങ്ങളായി ശുശ്രൂഷ ചെയ്യുന്ന ടോമിച്ചേട്ടൻ ആലയത്തോടും ഈ ദേശത്തോടുമൊക്കെ ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുന്ന പ്രിയപ്പെട്ട മകനാണ്. ടോമിച്ചേട്ടൻ വഴി ഞങ്ങളുടെ ബക്കിയാട് ബരട്ടൻ ധ്യാന കേന്ദ്രത്തിൽ നൽകിയ എല്ലാ നന്മകളെയും എല്ലാ അനുഗ്രഹങ്ങളെയും ഞങ്ങൾ ഈ നിമിഷം നന്ദിയോടെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും പങ്കുചേരുവാനുമായി ഞങ്ങൾ പേരാവൂർ മൗണ്ട് കാർമൽ ധ്യാന കേന്ദ്രത്തിലെ ടീം അംഗങ്ങളോട് വന്നിരിക്കുന്നു. പേരാവൂർ മൗണ്ട് കാർമൽ ആശ്രമത്തിനും ധ്യാന കേന്ദ്രത്തിനും പന്നിക്കുത്തുമാക്കൾ കുടുംബത്തോടുള്ള ബന്ധം വളരെ ഗാഠമാണ്. ചിന്നപ്പാപ്പ ചേട്ടനാണെങ്കിലും വീട്ടിലെല്ലാവരും ആശ്രമവുമായി ഏറെ ബന്ധപ്പെട്ട് പരസ്പര സൗഹൃദത്തിൽ ഞങ്ങൾ പോകുന്നവരാണ്. പ്രത്യേകിച്ച് വീട്ടിലെ ടോമിച്ചേട്ടനും പോളിച്ചേട്ടനും ആശ്രമത്തിലെ പ്രത്യക്ഷ ധ്യാനകേന്ദ്രത്തിൽ ഒരുപാട് ശുശ്രൂഷ സഹായിക്കുന്നു. ടോമിച്ചേട്ടൻ ഞങ്ങളുടെ ധ്യാനകേന്ദ്രത്തിലെ സീനിയർ വളരെ
ഉത്തരവാദിത്തമുള്ള ജോലികൾ വഹിക്കുന്ന ഒരു ശുശ്രൂഷകനാണ്. അപ്പോൾ ഞങ്ങൾ ധ്യാന ടീമിനോടൊപ്പം ഒരുപാട് സ്ഥലങ്ങളിൽ ഞങ്ങൾ ധ്യാനിപ്പിക്കാൻ പോകുന്നു. പോൾ ചേട്ടനാണെങ്കിലും തിരക്കിനിടയിലും സമയം കിട്ടുമ്പോൾ ധ്യാനകേന്ദ്രത്തിൽ വന്ന് സഹായിക്കാറുണ്ട്. ഈ വീട്ടിലെല്ലാവരും പലപ്പോഴും അവിടെ ധ്യാനം കൂടി അങ്ങനെ ഒരു അഭേദ്യമായ ബന്ധം ഈ കുടുംബവുമായി ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഇന്ന് അപ്പച്ചൻ്റെ വേർപാടിൽ ഇവിടെ ആയിരിക്കുമ്പോൾ ഈ കുടുംബത്തെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ഇപ്പം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വിശുദ്ധനായ ഒരു അപ്പച്ചൻ്റെ ശവസംസ്കാര ചടങ്ങിന് വേണ്ടി നാം ഒരുങ്ങുകയാണല്ലോ. അപ്പോൾ നമുക്ക് ജീവിതത്തിലെ അപ്പച്ചൻ വാക്കാലോ പ്രവൃത്തിയാലോ ചിന്തയാലോ ഭീഷണികൾ വന്നുപോയി ഏതെങ്കിലും പാപങ്ങളോ കടങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ പ്രാർത്ഥനകൾ വഴി ക്ഷമിച്ച് കർത്താവിൻ്റെ മുഖദർശനം നൽകി അനുഗ്രഹിക്കേണ്ടത് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവെ, കരയുന്നവരങ്ങി വിളിക്കുകയും സങ്കടപ്പെടുന്നവരങ്ങി ആശ്രയിക്കുകയും ചെയ്യുന്നു. അങ്ങേ വാഗ്ദാനങ്ങൾ പ്രതീക്ഷയാൽ അങ്ങേ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. എന്റെ കർത്താവെ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ നിമവിധി നാളിൽ കർത്താവെ നീ അണയുമ്പോൾ കരുണയോടെ നിർത്തണമേ. നല്ല വരത്തു വലം ഭാഗേ ആകാശം ഭൂമി നിന്റേതാവുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായുസ്സും. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ, നിൻ ശോഭിതവും ദിവ്യശരീരവും അറിവോ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാവാപുത്രൻ റൂഹായി മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമ പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. സമാധാനം. കർത്താവേ, നിന്റെ കണ്ണ് ഞെരുക്കുകയും ദ്യാഗങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. അഗ്നിയമായ നിന്റെ ദൈവത്തിന് അനുഗ്രഹങ്ങളെ സഹായിക്കുമാറാകട്ടെ. ശിവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നീ ആകാശത്തിലും ഭൂമിയിലും സുന്ദരനാകുന്നു. എന്റെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ഉന്നത നൃപനാം മിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമോടുണര വരമരുളേണം. മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമോടുണര വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമോടുണരാ വരമരുളേണം. അന്ത്യമിഴാത്തോരവികലമോദം നുകരാൻ മൃതരെ മഹിമാവൊഴുകും മണവറെങ്കിൽ ചേർക്കണമീശോ. മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമോടുണരാ വരമരുളേണം. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ അർപ്പിക്കുന്നവനെ നിന്റെ തിരുനാൾ
അനേകമായ സമ്പത്താൽ ആശ്രയിപ്പിച്ചതാവേ ആ ശബ്ദം അഗ്നിമായ ദിവസത്തെ ഞങ്ങളുടെ നാപ്പസിനെവിലേക്ക് നിന്റെ ഭർത്തൃഭാഗം നടത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കണ്ണു നിറഞ്ഞവനും നീതിമാനമായ ബലികർത്താവേ ജീവന്റെ മരണത്തിലെ നാഥനും പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവേ മരിച്ചവരെ നീ കാലപൂർവം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉദാനുപദിഷ്ട മണ്ണം പറഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെ മണ്ണത്തിന്റെ നാഥനും പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര സകലത്തിന്റെ നാഥനും ദൈവമായ മിശിഹായ പുരുഷന്റെ അടയാളത്തോടും ദൈവജന്മയുടെ അകമ്പടിയോടും വാനമേഘങ്ങളിൽ അങ്ങ് പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരെ കബരങ്ങളിൽ നിന്ന് ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്നു. ഭയാനകമായ ഒരു ദിവസത്തിൽ അങ്ങ് തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തെ തന്നെ സജ്ജമാക്കപ്പെട്ട സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ സഹോദരനെ അങ്ങ് സ്വീകരിക്കണം. ഞങ്ങളുടെ സമൂഹത്തിലും അങ്ങയുടെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പാപ്പയുടെ വിലപ്പെട്ട ജീവിത പങ്കാളി അമ്മച്ചി, മക്കള്, സഹോദരങ്ങള്, കുടുംബാംഗങ്ങള്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, പന്നികുത്തുമാക്കൽ ഫിലിപ്പോസ് സീന പാപ്പൻചേട്ടനെന്ന് അറിയപ്പെടുന്ന നമുക്കെല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള പാപ്പേട്ടൻ്റെ മൃതസംസ്കാര ശുശ്രൂഷകളിൽ സംബന്ധിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഈ ഭവനത്തിൻ്റെ മുറ്റത്ത് നമ്മളെല്ലാവരും ഒന്നിച്ചു കൂടിയിട്ടുണ്ട്. നമുക്ക് പാപ്പേട്ടൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ഒപ്പം പാപ്പേട്ടൻ്റെ നിര്യാണത്തിൽ ദുഃഖിതരായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ മരണത്തിൽ ദുഃഖിതരായിരിക്കുന്ന പ്രിയപ്പെട്ട അമ്മച്ചി, മക്കള്, കൊച്ചുമക്കള്, മരുമക്കള്, കുടുംബാംഗങ്ങള്, അവർക്കെല്ലാം ഇവിടെ കൂടിയിട്ടുള്ള എല്ലാവരുടെയും പേരിലുള്ള അനുശോചനം അറിയിക്കുകയും അതുപോലെ പ്രാർത്ഥന പ്രത്യേകമായി വാഗ്ദാനം ചെയ്യുമാണ്. ഈ വേർപാടിലുള്ള ദുഃഖം കർത്താവ് തന്നെ, ഈശോ തന്നെ ഞങ്ങൾക്ക് ആശ്വാസം നൽകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. പാപ്പേട്ടനെ സംബന്ധിച്ച് ഒരുപക്ഷെ ഈ പേരാവൂർ പ്രദേശത്ത് തന്നെ വളരെ സുപരിചിതനും നമുക്കെല്ലാവർക്കും ഒത്തിരി വ്യക്തിപരമായ ബന്ധമുള്ള മനുഷ്യനാണെന്ന് എനിക്കറിയാം. ഒരു 30 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് വ്യക്തിപരമായിട്ട് പാപ്പേട്ടനുമായിട്ട് പരിചയമുണ്ട്. ഞാൻ കൊളക്കാട്ടുള്ള കാലത്ത് അവിടെ പള്ളി വേണ്ട സമയത്ത് അതിനെ സഹായിക്കാൻ വേണ്ടി പറയാതെ തന്നെ അവിടെ കടന്നു വന്ന് സഹായിച്ചിട്ടുള്ളയാളാണ്. പാപ്പേട്ടൻ ഒരു ആത്മീയ മനുഷ്യനായിരുന്നു. തൊണ്ടിലുള്ള സമയത്തൊക്കെ എല്ലാ ദിവസവും വിശുദ്ധകുർബാനയിൽ സംബന്ധിക്കുകയും ദിവ്യകാരുണ്യം സ്വീകരിക്കുകയും അതുപോലെ തന്നെ പ്രാർത്ഥനാ ജീവിതത്തിൽ വളരെ നല്ല ഒരു മാതൃക കുടുംബാംഗങ്ങൾക്കും പൊതുസമൂഹത്തിനുമൊക്കെ അദ്ദേഹത്തിലൂടെ ലഭിച്ചിട്ടുണ്ട്. ഒരു പരോപകാരി കൂടിയായിരുന്നു എന്നുള്ളതിൻ്റെ സാക്ഷ്യമാണ് ഇവിടെ കൂടിയിട്ടുള്ള ഈ ആളുകളുടെ ഈ സമൂഹം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. പാപ്പേട്ടനിലൂടെ ഒത്തിരിയേറെ സഹായ സഹകരണങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചിട്ടുണ്ട്. എല്ലാം നമുക്ക് അനുസ്മരിച്ചുകൊണ്ട് ഇന്ന് പാപ്പേട്ടൻ ബാക്കിയാക്കുന്ന ഓർമ്മകൾ നമ്മുടെ ജീവിതത്തിൽ അനുസ്മരിച്ചുകൊണ്ട് ഈ ആത്മാവിൻ്റെ നിത്യശാന്തിക്ക് വേണ്ടി നമുക്കെല്ലാം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം.
ദൈവം ഈ ആത്മാവിനെ അവിടുത്തെ നിത്യ സൗഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിക്കട്ടെ എന്ന് നമുക്കെല്ലാവർക്കും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഞാനാണ് പുനരുത്ഥാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല എന്നാണ് ഈശോ പറഞ്ഞിട്ടുള്ളത്. ഒരിക്കലും മരിക്കാത്ത ജീവിതമാണ് മനുഷ്യൻ്റെ ജീവിതം. നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ അനുദിനം ഏറ്റുപറയുന്നുണ്ടല്ലോ. ഈശോയിൽ ജീവിക്കുന്നവർ അത് നിത്യമായിട്ടുള്ള ജീവിതമാണ് നയിക്കുന്നത്. മരണം ഒരു കാലികമായിട്ടുള്ള ഒരു കടന്നുപോക്ക് മാത്രമാണെന്ന് നമുക്കെല്ലാം അറിയാൻ ചെയ്യാം. തിരുക്കർമ്മങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ബഹുമാനപ്പെട്ട സാബുത്സനാണ് കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. സാബുത്സൻ പാപ്പേട്ടൻ്റെ ബന്ധം കൂടിയാണ്. അതുപോലെ നമ്മുടെ പേരാവൂര് ഭുവനായിലെ തെക്കേമുറിച്ചനുണ്ട്, പേരാവൂർ ആശ്രമത്തിലെ തോമസ് അച്ഛനുണ്ട്. എല്ലാ അച്ഛന്മാരെയും ഓർക്കുന്നു. നമുക്ക് തിരുക്കർമ്മങ്ങളിലേക്ക് കടക്കാം. വിദ്യാഭ്യാസത്തെ ഞങ്ങളെ വിശദീകരിക്കുകയും പിതാവിന്റെ പരിശുദ്ധ സൗകര്യങ്ങളുടെ ഭരണസംവിധാനത്തിൻ്റെയാണ് ആ ബഹുകാലത്തിൽ ഞങ്ങളെ പാപകരമായി പിതാവിനെ പിതാവിന്റെ ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിൽ വാഴണമേ. ഞങ്ങളുടെ ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ച പോലെ ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലാപത്തിൽ കീഴാകരുതേ, ദുഷ്ടാത്മങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും എന്നേക്കും അങ്ങയുടേതാകുന്നു. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ ദൃഢത്തിന്റെ നിഗുണമായ മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചുറപ്പിക്കുന്നവനെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. കാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു. അത് നിർദ്ദർശനമായി തീരുന്നു. കർത്താവേ, സഹികളുടെ മേൽ എന്നവന്റെ അനുഗ്രഹമുണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചുറപ്പിക്കുന്നവനെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. മണ്ണിൽ നിന്ന് ആദത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നവനുമായ കർത്താവെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചുറപ്പിക്കുന്നവനെ തിരുനാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, ആർക്ക് വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. കർത്താവേ, നീ അല്ലാതെ ആരാണ് എനിക്ക് ആശ്രയം? എല്ലാത്തിനും നിന്നെ രക്ഷിക്കണമേ. ആദ്യം മുതൽ എന്നേക്കുവാമേ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചുറപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. നിന്റെ ദാസരുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാം നിശികാകർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തിട്ടേയും എന്റെ അപേക്ഷ നീ കേൾക്കണമേ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവിശ്വസിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്റെ വചനം കേൾക്കുകയും
എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാകുകയില്ല, മരണത്തിൽ അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു, അല്ല അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകാൻ അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിൽ ഉള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഈർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഈർപ്പിനുമായി പുറത്തു വരും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. തങ്ങളുടെ പ്രിയപ്പെട്ട അപ്പച്ചൻ്റെ വേർപാടിൽ വേദനിക്കുന്ന പ്രിയ അമ്മച്ചി, മക്കളെ, മരുമക്കളെ, കുഞ്ഞുമക്കളെ, പ്രിയ വൈദികരെ, സിസ്റ്റേഴ്സ്, നാട്ടുകാരെ, വിശുദ്ധനായ ഒരു വ്യക്തിയുടെ ശവസംസ്കാര ചടങ്ങിലാണ് നാം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ OPS-ൽ ഇപ്രകാരം പാടുന്നുണ്ട്: കർത്താവേ നിൻ ശോഭിതവും ദിവ്യ ശരീരവും അറിവോട് ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്ന് ചേർക്കണമേ. കർത്താവിന്റെ നിത്യവിരുന്ന് ഉണ്ണാൻ വേണ്ടി നമ്മുടെ പ്രിയ പാപ്പച്ചേട്ടൻ നമ്മളെ വിട്ടുപോയിരിക്കുകയാണ്. പാപ്പച്ചേട്ടൻ ഉണ്ടാക്കിയിരിക്കുന്ന ശൂന്യത അത് നികത്താൻ ആർക്കും സാധിക്കില്ല. കാരണം വിശുദ്ധമായ ഒരു സാന്നിധ്യമായിരുന്നു പാപ്പച്ചേട്ടന്. ഇന്നലെ വരെ തന്നോടൊപ്പം ഒരേ ബെഡിൽ കിടന്നുറങ്ങിയ പാപ്പച്ചേട്ടൻ ഇന്നു മുതൽ ഇല്ലാതാകുമ്പോൾ അമ്മയ്ക്കുണ്ടാകുന്ന വേദന ഗാഠമാണ്. വീട്ടിലോട്ട് കയറി വരുമ്പോൾ അപ്പച്ച എന്ന് വിളിക്കാൻ ഇനി മക്കൾക്ക് ആരുമില്ലാത്തൊരു ശൂന്യത, പ്രത്യേകിച്ച് സിസ്റ്റർ സമർപ്പിക്കുണ്ടാകുന്നത് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ സ്വാതന്ത്ര്യ വാക്കുകളേക്കാൾ ഉപരി ഞങ്ങളുടെ പ്രാർത്ഥനകൾ നേരുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ മനസ്സിലാക്കുന്നു 1957 പാപ്പച്ചേട്ടൻ ആദ്യമായി പന്നിക്കുത്തമാക്കൽ കുടുംബത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നത്. ഒരുപാട് ബിസിനസ്സുകൾ ചെയ്തു. അതിൽ ഇന്നും മായാതെ നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത് സീന കല്യാണ മണ്ഡപം തന്നെയാണ്. എത്രയോ പേര് വിരുന്നുണ്ട ഒരു സ്ഥലമാണ്. അതുകൊണ്ടാണ് ഓഫീസിലെ പാട്ട് എനിക്ക് അനർത്ഥമായി തോന്നി. അനേകം പേർക്ക് വിരുന്ന് കൊടുത്ത പാപ്പച്ചേട്ടൻ കർത്താവിന്റെ വിരുന്നുണ്ണാൻ വേണ്ടി പോവുകയാണ്. മാത്രമല്ല, ആ പാട്ടിന്റെ അർത്ഥത്തിൽ ഇങ്ങനെ കൂടിയുണ്ട്: നിത്യവിരുന്നുണ്ടെങ്കിൽ ഉണ്ണണമെങ്കിൽ ഇവിടെ ഒരു വിരുന്ന് നന്നായി ഉണ്ണണം. ആ വിരുന്ന് വിശുദ്ധ കുർബാനയാണ്. കർത്താവേ നിൻ ശോഭിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവർ, അതായത് കർത്താവിന്റെ ശരീരവും രക്തവും അറിവോടെ ഇത് ഈശോയുടെ ശരീരവും രക്തമാണെന്ന് ബോധ്യത്തോടെ ഉൾക്കൊണ്ടവർക്ക് നിത്യവിരുന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പാപ്പച്ചേട്ടൻ ആ നിത്യവിരുന്ന് ഉണ്ണാൻ അർഹനാണ്. കാരണം വിശുദ്ധ കുർബാനയിൽ ജീവിച്ച അപ്പച്ചനാണ്. നമ്മുടെ വിചാരിച്ച് പറയുകയുണ്ടായി, അതായത് കുർബാന ഇല്ലാതെ ഇപ്പം തീരെ വയ്യാതായപ്പോഴാണ്, അല്ലെങ്കിൽ ആരോഗ്യമുള്ളപ്പോൾ തന്റെ ദിവസം ആരംഭിക്കുന്നത് വിശുദ്ധ കുർബാനയിലൂടെയാണ്. അഥവാ ഇനി രാവിലെ കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിൽ വൈകുന്നേരം നിർബന്ധമായി കുർബാനയിൽ പങ്കെടുക്കുമായിരുന്നു. അങ്ങനെ കർത്താവിന്റെ വിരുന്നുണ്ട പാപ്പച്ചേട്ടൻ നിത്യവിരുന്നിൽ ഉണ്ണാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ്. നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. എനിക്ക് പാപ്പച്ചന്റെ 10 വർഷത്തെ പരിചയമുള്ളൂ. പക്ഷെ പാപ്പച്ചന്റെ ജീവിതം ഞാൻ മക്കളിൽ നിന്ന് വായിച്ചെടുത്തു. നമുക്കറിയാം, ഈശോ പറയുന്നുണ്ട്, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അതേപടി ഇരിക്കും, അഴിയുന്നെങ്കിലോ ഒരുപാട് ഫലം പുറപ്പെടുവിക്കും. അങ്ങനെ അഴിഞ്ഞ് ഫലം പുറപ്പെടുവിച്ചൊരു ജീവിതമാണ്. ഈ വശങ്ങളിൽ പൂക്കൾ വെച്ചിരിക്കുന്ന പോലെ ഈ പാപ്പച്ചേട്ടന്റെ ജീവിതം ഇങ്ങനെ പുഷ്പിച്ചു നിൽക്കുകയാണ്. ഞാനത് മനസ്സിലാക്കിയെടുത്തത് പാപ്പച്ചേട്ടന്റെ മക്കളോടും മരുമക്കളോടും കുഞ്ഞുമക്കളോടും ഇടപഴകിൽ നിന്നാണ്. അതുകൊണ്ട് പാപ്പച്ചേട്ടൻ നമുക്ക് നൽകിയിരിക്കുന്ന ആ ഒരു സ്നേഹവും അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഒന്നും മായാതെ മനസ്സിൽ നിൽക്കുക. നമുക്കറിയാം, തിരുസഭയെ പടുത്തുയർത്തുന്ന ഒരു ഘടകമാണ് കുടുംബം. അങ്ങനെയാണെങ്കിൽ തിരുസഭയെ പടുത്തുയർത്തിയ ഒരു അപ്പച്ചനാണ് ഇവിടെ ഉള്ളത്.
തന്റെ പ്രിയപ്പെട്ട മകളെ കന്യാസ്ത്രീയെ നൽകി. അതുകൊണ്ട് നമുക്കറിയാം ഈ കുടുംബത്തിൽ നിന്ന് നമ്മുടെ ടോമി ചേട്ടൻ കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നു. പോളിച്ചേട്ടനാണെങ്കിൽ ശുശ്രൂഷ മേഖലയിലുണ്ട്. ഇങ്ങനെ ആ അപ്പച്ചന്റെ ദൗത്യം മക്കളിലൂടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കൊച്ചു മക്കളിലേക്ക് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് പ്രത്യേകിച്ച് ഈ ദുഃഖിച്ചിരിക്കുന്ന വീട്ടുകാരോട്, മക്കളോടും മരുമക്കളോടും കുഞ്ഞുമക്കളോടും പറയാൻ, ദുഃഖിക്കരുത്, സന്തോഷിക്കണം. കാരണം ഇങ്ങനെ നല്ലൊരു അപ്പച്ചനെ കർത്താവ് നൽകി. അതിന് നമുക്ക് നന്ദി പറയാം. അപ്പച്ചന്റെ ആത്മശാന്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തി പള്ളിയിലേക്ക് എടുത്തു വെക്കാം. ഈ സൈഡിൽ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തനായ ഭക്തർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യ അനുഗ്രഹിച്ച ദൈവം നിന്നെ പ്രശംസിക്കട്ടെ. നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം മുഖവിറത്തി പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നുപോകുന്നു ശാശ്വത ഭാഗ്യം നരരുളിയിടാൻ കഴിവില്ലാത്തോ എൻ പാർപ്പിടമേ. പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ അടയട്ടെ ഞാൻ അന്തിമയാത്ര. എന്നും എന്നേക്കും സഹജന്മാരെ സ്നേഹിതഗണമേ, യാത്രയിലാ ഞാൻ ചോദിക്കുന്നു നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം നിശികാനാഥൻ പ്രതിഫലമേകും. എന്റെ പ്രാർത്ഥന നിന്റെ ഉത്തരപ്പെടട്ടെ. അവർക്ക് പോകാൻ വാഹനങ്ങളില്ലാത്തവർക്ക് ഒരു ട്രംബോട്ട് ട്രാവലർ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. സ്വന്തം വാഹനങ്ങളില്ലാത്തവർക്ക് ആ വാഹനത്തിൽ പോകാവുന്നതാണ്. ആൾക്കാരെല്ലാവരും പുറത്തേക്ക് ഇറങ്ങി അവരവരുടെ വാഹനങ്ങളിലേക്ക് പോകാൻ ശ്രദ്ധിക്കും. ദൈവിക ഭവനം പോകും നേരം സ്നേഹാർദ്രതയാ എൻ പ്രിയജനമേ അനുദിനമറിവോ ഓർക്കണമെന്നേ. ഭൂമിയിൽ അവർ വിലപിക്കുന്നു ആഡംബരവും പൗടിയുമല്ല നാശോന്മുഖമായി നിഷ്പ്രഭമാകും. പോകുന്നു ഞാൻ ലയമേലാത്തോ ഉന്നതമോസേ പ്രാപിപ്പതിനായി.
അക്ഷയരാജ്യം നേടാനുതകും നിക്ഷേപങ്ങൾ കരുതുക നമ്മൾ. അവനെ തേടി കണ്ടെത്തിയില്ല ദുഷ്ടമുടിവാനൊരു നശിക്കും ലോകവിധങ്ങളിൽ ധീരയുണർത്തി ഓടിപ്പോയ ജീവൻ പകരം കുരിശിനെ വിലവോ ആശ്ലേഷിച്ചു. നിന്റെ കരുണയെ അറിയിക്കണമേ ശാന്തിയിൽ മകനെ പൊയ്ക്കൊള്ളുക നിൻ പാപത്തിനു ഞാൻ മാപ്പേകുന്നു. പാപിയോടായി കൽപ്പിച്ചതുപോ എന്നോടും ഇപ്പോൾ കൽപ്പിക്കണമേ. കാഹളമൂതി അവനെ പുകഴ്ത്തുവൻ ദൂതർ വിളിക്കും കാഹളനാദം വിധിനാളുയരും മോഹനഗാനം അതു കേട്ടുണരും മൃഗരെല്ലാരും ത്രിത്വത്തിനായി കീർത്തനമോടും. സ്വർഗ്ഗം ഭൂമിയിലിറങ്ങി ആദത്തിനും സന്തതികൾക്കും പറുദീസായിൽ പുനരധിവാസം നൽകുന്നതിനായി സ്വർഗ്ഗം തന്നെ ഭൂമിയിലിറങ്ങി മഹിതാത്ഭുതമേ. വിശുദ്ധ കന്താരത്തിൽ പ്രകാശമുദിച്ചു വിധിയുടെ ദിവസം മിശിഹാരാജൻ അവൻ്റെ പ്രിയപ്പെട്ട സഹോദരനെ, പ്രിയപ്പെട്ട മക്കളെ, കുറച്ച് മക്കൾ വരുന്നുണ്ട്. ഇതിൻ്റെ കാറിലെ പ്രിയപ്പെട്ടവരായ ആളുകളെ എല്ലാവർക്കും ഒരുപോലെ പ്രിയപ്പെട്ടവരായ ഒരു അച്ഛൻ്റെ വേർപാടാണ് ഓരോരുത്തരായിരിക്കാം. എനിക്ക് വ്യക്തിപരമായിട്ട് പരിചയമില്ലായെങ്കിലും ശ്രീന ഒഴുത്തുകയോ ശ്രീന ഭവനത്തിനോ ഒക്കെ മനസ്സിൽ പിടിച്ചതാണ്. ഇന്നലെ മലവാർത്ത അറിഞ്ഞപ്പോൾ ഒത്തിരിയേറെ ആളുകൾ ഒരേപോലെ ഒരു മനുഷ്യനെ കുറിച്ച് പറയുക, അത് എത്രയോ പറയുക, നന്മകൾ പറയുക. ഇന്നലെ പലരും എന്നോട് പറഞ്ഞ ഒരു കാര്യം ഇന്നും ആയിരുന്നു. നല്ല മനുഷ്യനായിരുന്നു, പാവപ്പെട്ടവരോട് വളരെ പരിഗണനയുള്ള ഒരു വ്യക്തിയായിരുന്നു, എന്ന് പള്ളിയിൽ വരുമായിരുന്നു, എല്ലാവരോടും സ്നേഹമായിട്ട് പെരുമാറും, തങ്ങൾ കഴിയുന്ന ഉപകാരം എന്നും ജീവിതത്തിൽ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. ജീവിതത്തിൽ ഏറ്റവും താഴെ സാമ്പത്തികമായ സ്ഥിതിയിൽ ഒത്തിരി കഠിനാധ്വാനം കൊണ്ട് കയറി വന്നതാണ്. ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് സമ്പത്ത് ഉണ്ടായപ്പോഴും അമ്മത്തോടും ദൈവത്തെ കൈവിടാതെ മുറുകെ പിടിക്കുകയും പറഞ്ഞതുപോലെ വിശുദ്ധ കുർബാനയുള്ള ഒരു അഗാധമായ ബന്ധം ജീവിതത്തിൽ നിന്ന് കാത്തു സൂക്ഷിക്കുകയും ചെയ്ത ഒരു വ്യക്തിയുടെ ഒരു വിശുദ്ധനായ മനുഷ്യൻ്റെ സ്വർഗീയ യാത്രയിലാണ്. യാത്രയിൽ സമ്മേളനം ഓരോരുത്തരുമായി ഇവിടെ സങ്കടപ്പെടേണ്ട കാര്യമില്ല. പതിനാറിൻ്റെ മുമ്പിൽ നിന്ന് സന്തോഷത്തോടുകൂടി സ്വർഗത്തിൻ്റെ കിരീടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയിരിക്കുക. യാതൊരു സംശയമില്ല. കാരണം തോമസച്ചന് അവിടെ വീട്ടിൽ പറഞ്ഞതുപോലെ ഈശോയുടെ തിരുശരീരവും കിരീടത്വവും സ്വീകരിച്ചുകൊണ്ട് സ്വർഗീയ വിരുന്നിന് വേണ്ടിയിട്ട് ഈ പ്രിയപ്പെട്ട അച്ഛൻ ഒരുങ്ങുകയായിരുന്നു. നന്നായിട്ട് ഒരുങ്ങി പൗരസ്ത്രീയ പറയുന്നതുപോലെ തന്നെ ഓട്ടം നന്നായിട്ട് പൂർത്തിയാക്കിയിട്ടാണ് ഈശോയുടെ അടുത്തേക്ക് പോകുന്നത്. നമുക്ക് സ്നേഹത്തോടും സന്തോഷത്തോടും നന്ദിയോടും കൂടെ തമ്മിലുള്ള കാര്യങ്ങളിലേക്ക് സമർപ്പിക്കാം. പ്രിയപ്പെട്ട അമ്മച്ചിക്ക് ജീവിതകാലം മുഴുവൻ ചിന്തിക്കാൻ ഇങ്ങനെ ഒരു നല്ല ഭർത്താവിനോട് ജീവിക്കാനാണ് സാധിച്ചു. മക്കൾ ഓരോരുത്തർക്കും
ഈ അപ്പൻ്റെ കൊച്ചുമക്കളായി ജീവിക്കാനായിട്ട് സാധിച്ചു. തുടർന്ന് അങ്ങോട്ട് അവൻ കാണിച്ചു തന്ന നല്ല കാഴ്ചപ്പാടുകൾ, നല്ല ജീവിത ശൈലികൾ, ആത്മീയമായിട്ടുള്ള ഉൾക്കാഴ്ചകൾ, സഭയോടും അതുപോലെ ഇടവകമാരോടും ഒക്കെ കാണിക്കുന്ന ഒരു പ്രത്യേക പാവപ്പെട്ടവരുടെ ഇതെല്ലാം നിങ്ങളിലൂടെ തുടരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അവരുടെ നന്മകൾ പെരുമയൊക്കെ ഇന്നും ലോകത്ത് നടത്തുന്നത് പുറകെ വെച്ച ഈ നന്മകളിലൂടെയാണ്. നമുക്കറിയാം, അവനെ ആശ്രയിച്ചുകൊണ്ട് വളരെ വ്യത്യസ്തമായി ചിന്തിക്കാൻ കഴിവുള്ള വ്യക്തിയായിരുന്നു. അത് തന്നെയാണ് അവരുടെ ജീവിതത്തിന്റെ വിജയം. അവിടെ ഓഡിറ്റോറിയം സങ്കല്പം നമ്മളൊക്കെ സ്വപ്നം കാണുന്നതിന് മുന്നേ പറയുന്ന പക്ഷിയെ പോലെ അത് കണ്ടെത്തുകയും സാധ്യതകൾ കണ്ടെത്തുകയും അതുവഴി ഇവിടെയുള്ള നാടിന് എത്രയോ ഉപകാരങ്ങൾ, എത്രയോ നന്മകൾ ചെയ്തിട്ടുണ്ട്. ഈ ഓഡിറ്റോറിയത്തിൽ വെച്ച് വിവാഹം നടത്തിയിട്ടുള്ളവർ 2-3 പേരുമായിട്ട് പറഞ്ഞു ഞങ്ങളുടെ കല്യാണം നടത്തിയത് അവിടെ വെച്ചാണ്. അങ്ങനെ എപ്പോഴും മറ്റുള്ള ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞിട്ട് നന്മകൾ മാത്രം കേൾക്കാനായിട്ട് സാധിച്ചിരുന്നു. പ്രിയപ്പെട്ട മക്കളെ, പ്രിയപ്പെട്ട ചേച്ചി, നിങ്ങൾക്കെല്ലാവർക്കും തമ്പുരാൻ നന്ദി പറയാനും അഭിമാനിക്കാൻ, അതുപോലെ തന്നെ നല്ല കൂടെ ജീവിക്കാനായിട്ട് നല്ല കുടുംബത്തിൽ ജനിക്കാനായിട്ട് സാധിച്ചു എന്ന് തമ്പുരാൻ നന്ദി പറയണം. നമ്മുടെ ക്രൈസ്തവ വിശ്വാസം അനുസരിച്ച് മരണത്തിൻ്റെയും അവസാനമല്ല, അത് നിത്യജീവന്റെ ആരംഭമാണ്, സ്വർഗീയ സൗഭാഗ്യത്തിന്റെ ആരംഭമാണ്. അങ്ങനെയെങ്കിൽ ഒരാഴ്ച മുഴുവൻ ഈ സ്വർഗീയ സൗഭാഗ്യത്തിന് വേണ്ടി അധ്വാനിക്കുക, അധ്വാനത്തിന്റെ പ്രതിഫലം നൽകുന്ന ദിവസമാണ് ഇത്. അതുകൊണ്ട് സന്തോഷത്തോടുകൂടി, സംതൃപ്തിയോടുകൂടി, നന്ദിയോടുകൂടി തമ്പുരാന്റെ കരങ്ങളിലേക്ക് നമുക്ക് പ്രിയപ്പെട്ട അച്ഛനെ വിട്ടുകൊടുക്കാം. തമ്പുരാന്റെ അടുത്ത് ശ്രമിക്കട്ടെ, തമ്പുരാന്റെ അടുത്ത് നിത്യവിരുദ്ധത്തിൽ പങ്കുചേരട്ടെ, തമ്പുരാൻ നൽകുന്ന ജീവന്റെ കിരീടം സ്വന്തമാകട്ടെ. അപ്പോൾ ജീവിച്ചിരുന്നപ്പോൾ നമുക്ക് ചെയ്തതിൽ കൂടുതൽ അല്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും സ്വർഗത്തിലിടുന്നതുകൊണ്ട് നമുക്ക് സ്വർഗീയ നന്മകളായി വാങ്ങിത്തരാനായിട്ട് അപ്പത്തിന് സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാനുഷികമായിട്ട് നമ്മളെല്ലാവരും കുറ്റവും കുറവുള്ളവരാണ്. അങ്ങനെ മാനുഷിക സഹകരമായ മനുഷ്യ സഹകരമായ കുറ്റങ്ങളും കുറവുകളെ പ്രിയപ്പെട്ട സഹോദരൻ അപ്പത്തിനുണ്ടെങ്കിൽ നമ്മളെല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടും നമ്മുടെ ഉപവാസം കൊണ്ടും നമ്മളുടെ പരിത്യാഗ പ്രവർത്തികൾ കൊണ്ടും നമ്മുടെ ദാനധർമ്മങ്ങൾ കൊണ്ടും ഒക്കെ ഈ അപ്പത്തിനെ തുടർന്ന് നമുക്ക് സഹായിക്കാനായിട്ട് സാധിക്കും. ഒത്തിരി നന്മകൾ പറഞ്ഞ ഹൃദയത്തോടുകൂടിയാണ് ഇത്രയും ആളുകൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നിങ്ങളെല്ലാവരോടും പറയാനുള്ളത്, ഈ പ്രിയപ്പെട്ട സിനിമാകഴിയിൽ നിന്ന് നിങ്ങൾ സ്വീകരിച്ചിട്ടുള്ള എല്ലാ നന്മകൾക്കും പ്രതിഫലമായിട്ട് നിങ്ങൾ ഈ അപ്പത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് കൂടി സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. നല്ല ദൈവം പ്രിയപ്പെട്ട ഈ പാവങ്ങൾ വഴിയായിട്ട് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഈ കുടുംബാംഗങ്ങളെ നന്ദി സ്നേഹവും അറിയിക്കുന്നു. നല്ല ദൈവം നമ്മുടെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നല്ല ദൈവം ഈ കുടുംബാംഗങ്ങളെ ആശംസിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ജീവനമതുപോൽ ശരണവും അരുളീണ അവൻ ശബ്ദമുയർത്തിയപ്പോൾ ഭൂമി ശബ്ദമുയർത്തുമ്പോൾ കല്ല പിളരും മൃതരുടനെടുനേക്കും. ഞാൻ ദൈവപ്രാർത്ഥിക്കും അഭയം കുരിശിൽ കണ്ടവരവസാനം വിധിയുടെ നാളിൽ കൈതരുവാനന്ദം.
വേദങ്ങൾ വായിച്ചവൻ വ്യാഖ്യാനങ്ങൾ ശരിയായി നൽകാൻ നിങ്ങൾക്കിനിയും വിശ്രമം കൊള്ളുന്ന കബറിടം അങ്ങ് ആശീർവദിച്ചനുഗ്രഹിക്കണമേ. വിശുദ്ധ മാമോദീസയാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായ ഈ ശരീരത്തിന് നിന്റെ ദിവ്യപുത്രന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട ഈ കബറിടം നീ പൗത്രീകരിക്കണമേ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. ശോഭാകൊണ്ട് നീ എന്നെ തെളിക്കുക, ഞാൻ നിർമ്മലനാകും. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ദിവ്യജലത്താൽ ആളെ ആശ്വസിപ്പിക്കണമേ.
അതിൽ എന്നെ കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ നീക്കുവാമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമളതുപോലെ തന്നെ പ്രസാദിപ്പിക്കട്ടെ. മനുഷ്യാദി പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് രക്ഷിത സകലത്തിന്റെ നാഥനായ ദൈവം നിന്റെ കീർപ്പിന്റെ മഹത്വത്തോടുകൂടെ അവസാന ദിവസം തന്റെ വലതു ഭാഗത്തെടുത്തിട്ടേ നീ സ്വീകരിച്ച വിശുദ്ധ ഉദാശകൾ അത്യുന്നത ദൈവത്തിന്റെ ന്യായാസനത്തിൽ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. മനുഷ്യാദി പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്ത് കൊള്ളുക. പ്രിയപ്പെട്ടവരെ, തുടർന്ന് വരുന്ന പ്രാർത്ഥനാ ഗാനത്തിന്റെ സമയത്ത് നമ്മൾക്ക് അന്ത്യോപചാരം അർപ്പിക്കാനുള്ള സമയമാണ്. പ്രിയപ്പെട്ട കുടുംബാംഗങ്ങള് ഇപ്പൊ പുറകോട്ട് നിൽക്കുക, ഏറ്റവും അവസാനമായിരിക്കും കുടുംബാംഗങ്ങള് അന്ത്യോപചാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. രാവിലെ 7:15 കുർബാന ക്രമീകരിച്ചിരിക്കുന്നത്. എന്റെ കർത്താവിനെയും ആരാധിച്ചു വണങ്ങുന്നു, ആകാശവും ഭൂമിയുടേതാവുന്നു, ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ മുതലായുസ്സും. അവന്റെ സന്തോഷത്തിലാണെന്നിക്കും കർത്താവേ, നിൻ ശോഭിതവും ദിവ്യശരീരമോടെ ഉൾക്കൊണ്ടവരാ നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. ആദ്യമുള്ളവയെല്ലാം ജലയായ എന്നുടെ നാഥാനിൻ തിരുമലയെല്ലാം കാണുന്നു. നിരവധിയാവിൻ പാപങ്ങൾ നിരയായി എന്നെ വിധിക്കല്ലേ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോ മിശിഹാ, ഞങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ജനമെല്ലാം പ്രകീർത്തിക്കട്ടെ ഞങ്ങളുടെ മറ്റ് ശരീരങ്ങൾ ഉദ്ധാനം നീയേകുന്നു. നാഥാ, ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവരല്ലോ നീ. ഘോഷിക്കുവിൻ, സർവേശാ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, നിത്യമത്യൻ പരിശുദ്ധൻ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. അവനിക്ക് പ്രതി കൊടുത്ത് അവളെ വിശദീകരിച്ച കർത്താവേ, അങ്ങേ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശദീകരിക്കണമേ. മാലാഖമാരുടെ സ്വർഗ്ഗത്തിൽ അങ്ങേ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണം. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായി എന്നേക്കും.
മരിച്ചവരോ ഉയർപ്പിക്കുന്നവനോ ഒക്കെ നിത്യാശ്വാസം കൊടുക്കുന്നതുമായ കർത്താവേ, ഇതിനെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെ മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനേക്കും നാഥനണഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമെഴും വിധിയാൽ വാനവരാജ്യം നേടും മനുജന ഭാഗ്യം. മഹിമാവിൽ മിന്നി വിളങ്ങും മുഖമാണ് നല്ല വെട്ടിട നേർക്കും മനുജന ഭാഗ്യം. മുതൽ ഞാൻ കരുതിയ രാജ്യം നേടുകനാഥനിൽ നിന്നത് കേൾക്കും മനുജന ഭാഗ്യം. ഞാൻ പാപം ചെയ്തുപോയി ഞാൻ പ്രവർത്തിച്ചു. പരിശുദ്ധാത്മാവിനും സ്തുതി ആലുകളേക്കുമാമേ. സജീവവും ജീവദായകമായ ശബ്ദത്താൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലതുമാതർക്കുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവരും കരുണ നിറഞ്ഞവരും നീതിമാനുമായ കർത്താവേ, ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉദ്ധാന പ്രദേശം മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സർവ്വത്തിന്റെയും നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടവും ഉയർപ്പും മകനീയമായ ജീവൻ നൽകി സ്വർഗരാജ്യമാണോ വർഷത്തേക്ക് ഈ അഭിഷനെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് ബലപ്പെട്ടു പോയ വിശുവായുടെ ഭൗതിക ശരീരത്തിൽ ഈ അംഗത്തെ അനുഗമിക്കുകയും ഈ സംസ്കാരത്തിൽ സഹകരിച്ച് ഈ സഹോദരനെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപാതിരത്തിൽ നിങ്ങൾ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മരിച്ചവരെ അർപ്പിക്കുന്നവനെ ദരിദ്രതാമത്തിന് സ്തുതിയെ നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവരെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാന പ്രതീക്ഷയാന്തര ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ എന്നേക്കും. എന്റെ കർത്താവേ, എന്നെ അനുഭവത്തേക്കും മഹിമോയവിധിനാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയും നിലനിർത്തണമേ. നല്ലവരും തുവലം ഭാവേ രക്ഷയും നൽകുന്നു. ആകാശവും ഭൂമിയിൽ നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താപകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ വരായുസ്സം. പാടും മൃതരങ്ങരുടെ പാപങ്ങൾ മായ്ക്കണം
മാമോദിസ വഴിയങ്ങേ സുതരാണവരെന്നോർക്കണമേ. കർത്താവേ നിൻ ശോണിതവും ദിവ്യശരീരവുമായി ഉൾക്കൊണ്ടവരാ നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവശേഷിച്ചില്ല മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടിമുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവനൊലിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാവാപുത്രൻ റൂഹായേ മൃതനാമിന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർത്തേണം. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാതിക്ക് ഞങ്ങളുടെ പാപങ്ങൾ മായച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നേതൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായിരിക്കും. മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായിരിക്കും. മഹിമാവൊഴും മണവരിങ്കൽ ചരണമീശോ. ഞാൻ വിളിക്കുന്നു മരിച്ചവരർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നതല്ലോ. എന്റെ പ്രതീക്ഷയുടെ വാഗ്ദാനത്തിലാകുന്നു. കാത്തിരിക്കുന്നു. രക്ഷയുടെ പക്കലാകുന്നു. ആത്മാവിനും സ്തുതി. സജീവോജപദായകവുമായ ശബ്ദത്താൽ ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ ദാസനെ വിളിക്കുകയും നിന്റെ ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പുറത്തുപുരം കറന്നറിഞ്ഞതും നീതിയുമായ ദേവാലയത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായിരിക്കും. നമ്മുടെ